കൊച്ചി മേയർ എം അനിൽകുമാറിന്റെ സ്വന്തം ഡിവിഷനിൽ ജീവൻ ഭയന്ന് രണ്ട് വയോധികർ വീടിനുള്ളിൽ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സമീപത്തെ പറമ്പിൽ നിന്ന് വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ തെങ്ങ് വെട്ടിമാറ്റാൻ ഇവർ മുട്ടാത്ത വാതിലുകളില്ല. രോഗികളായി അമ്മമാരെ ഇവിടെ നിന്ന് ഇറക്കിവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തെങ്ങ് മുറിച്ച് മാറ്റാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. వారమ్మ కాచి కామాక్షి మధురై మీనాక్షి శాంతా భవాని వారమ్మ కాచి కామాక్షి మధురై మీനാക്ഷി శాంతా ഭവാനി പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കുമീതേക്ക് ചാഞ്ഞാൽ കടക്കൽ നോക്കി വെട്ടണമെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ തെങ്ങ് രണ്ട് പ്രായമായ അമ്മമാർ മാത്രം താമസിക്കുന്ന വീടിന് മീതേക്ക് ചാഞ്ഞിട്ട് മാസങ്ങളായി. ഇതുവരെയും നടപടിയില്ല. എറണാകുളം എളമക്കര സ്വാമിപ്പടിയിലെ പ്ലാശ്ശേരി വീട്ടിൽ ഷീല ലക്ഷ്മികാന്തൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു. വർഷങ്ങൾക്ക് മുൻപ് കുടിയെടുപ്പ് അവകാശമായി കിട്ടിയ സ്ഥലത്ത് ഒരു വീട് വയ്ക്കാൻ പെട്ട പാട് ഇവർക്കറിയാം. തലയ്ക്ക് മീതെയുള്ള തെങ്ങ് കൂപ്പുകുത്തുമോ എന്ന ഭയത്തോടെയാണ് ഓരോ ദിവസവും ഈ ചെറിയ വീട്ടിനുള്ളിൽ ഷീലാമ്മയും സത്യഭാമയും കഴിച്ചുകൂട്ടുന്നത്. അവരുടെ ആശങ്കകൾ അങ്ങേയറ്റം കേൾക്കപ്പെടേണ്ടതാണ്. ഉടമസ്ഥൻ വന്നിരുന്നു, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടമസ്ഥൻ പറയണം നിങ്ങൾ വെട്ടിക്കോന്നു. പക്ഷെ ഞങ്ങൾക്ക് വെട്ടാൻ പറ്റൂല. ഞങ്ങൾക്ക് വെട്ടിയാൽ ഞങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് ഞങ്ങൾ വെട്ടിയില്ല. ഭർത്താവിന്റെ സഹോദരിക്കൊപ്പമാണ് താമസം. വിധവകളായ ഇരുവരെയും രോഗങ്ങൾ ചില്ലറയൊന്നുമല്ല അലട്ടുന്നത്. കോർപ്പറേഷൻ, കളക്ടർ, പോലീസ്, ജില്ലാ ഫയർ ഓഫീസർ തുടങ്ങിയ എല്ലാവർക്കും പരാതി കൊടുത്തു. ഒരു കാര്യവും ഉണ്ടായില്ല. എളമക്കരയിലെ കണ്ണായ സ്ഥലത്താണ് ഇവരുടെ വീട്. ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം കൂടി കൈക്കലാക്കണമെന്ന വാശിയാണ് അയൽപക്കത്തെ സ്ഥലമുടമയ്ക്ക്. ഇവിടം ഒഴിഞ്ഞുകൊടുത്താൽ വേറെ സ്ഥലം നൽകാമെന്ന് സ്ഥലമുടമ പറഞ്ഞിരുന്നു. വൈകാരികമായ ഒരുപാട് അടുപ്പമുള്ള ഈ ചെറിയ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുവാൻ ഇവർ ഒരുക്കമല്ല. അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതെനിക്കിഷ്ടമല്ല, അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇറങ്ങിക്കൊടുക്കില്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ ഭീഷണിയുമായി ചിലരെത്തി. ഷീലയുടെ ഭർത്തൃ സഹോദരിയുടെ മകളും കുടുംബവും കൊടുക്കുന്ന സഹായം കൊണ്ടാണ് ഈ രണ്ട് ജീവനുകൾ കഴിഞ്ഞു പോകുന്നത്. വീടിന് മീതേക്ക് മറിഞ്ഞു കിടക്കുന്ന ഈ തെങ്ങിനെ ഓർത്തുള്ള ഭയം മാത്രമല്ല ഇവരുടെ കണ്ണീരിന് കാരണം. ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ഈ കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക കൂടിയാണ്. ഈ പാവം അമ്മമാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സഹജീവികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ക്യാമറമാൻ VS രാഹുലിനും സാരഥി അമലിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എന്തായാലും ഈ കൊച്ചിയിലെ മേയർ എം അനിൽകുമാറിനോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിയമപരമായിട്ട് ഈ തെങ്ങ് മുറിച്ചു മാറ്റാൻ കോർപ്പറേഷന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇവിടം സന്ദർശിക്കണം. നിങ്ങളുടെ ചുവട്ടടിയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ചില ആളുകളൊക്കെ കൊച്ചിയിലുണ്ടല്ലോ, അവരെ പറഞ്ഞു വിടണം. അവർ സാധാരണ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കൊച്ചി കോർപ്പറേഷനെ സഹായിക്കാനുള്ളത് ഞങ്ങളുടെ കടവന്ത്രയിലെ ഓഫീസിൻ്റെ വെക്കേഷൻ സംബന്ധിച്ച് മനസ്സിലായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പറഞ്ഞു വിടണം. അഥവാ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിയമപരമാണെങ്കിൽ 24 എന്ന നേതൃത്വം കൊടുത്ത തെങ്ങ് മുറിച്ചു മാറ്റും.